നമ്മളിത് രാവിലെ എണീറ്റ് വരുമ്പോ കാണുന്ന കാഴ്ചയാണ് ഇത്. നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് നിറച്ചും കണിക്കന്നൊക്കെ പൂത്ത് നിൽക്കണ്ടിട്ടാ. ഇപ്പൊ വിഷു ആവണേന് മുന്നേ ഒക്കെ പൂത്ത് നിൽക്കാണ്. അതുകൊണ്ട് തന്നെ വിഷുവിന്റെ സമയത്തൊന്നും കാണില്ലായിരിക്കും. അപ്പൊ ദേ ഇന്നിപ്പോ ശനിയാഴ്ച ആയിരുന്നു നമ്മുടെ അമ്മയും സോനും ഒക്കെ വന്നിട്ടുണ്ട് ട്ടാ. ഇന്ന് അവൾക്ക് ഓഫാണ്, അതുകൊണ്ടാണ് വന്നത് ലുവാനുവിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പതേ നമ്മുടെ ലുവാൻകുട്ടനാണെങ്കിൽ രാവിലെ തന്നെ കുളിപ്പിച്ച് ഫുഡൊക്കെ കഴിച്ച് താഴത്തേക്ക് പോകട്ടെ. ഇന്ന് അവനെ തീരെ ഉറക്കമുണ്ടായിരുന്നില്ലേ. അപ്പതേ താഴേക്ക് പോയപ്പോ നല്ല മോരുകറിയും ബീഫും ഒക്കെ ആയിട്ട് മമ്മി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ കൂട്ടി ഊണ് കഴിച്ച് അത് കഴിഞ്ഞ് നമുക്ക് നാളെ ഓശാന ഞായർ കാരണം തന്നെ കൊഴുക്കട്ട ഉണ്ടാകണോട്ടാ. അപ്പതേ ഉച്ച കഴിഞ്ഞ് ചോറിന് കഴിഞ്ഞപ്പോഴേക്കും മമ്മി കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പതേ നമ്മുടെ ലുവാൻകുട്ടനാണെങ്കിൽ ഉറക്കമൊന്നുമില്ലാണ്ട് അവൻ ഈ കൊഴുക്കട്ട ഉണ്ടാക്കണതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അവരമ്മയുടെ കയ്യിലിരുന്ന് മറ്റേ അമ്മ കൊഴുക്കട്ട ഉണ്ടാക്കണതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ടൊക്കെ വീട്ടിൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഇരുന്നിരിപ്പിന് ഒരു 3-4 അകത്താക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റാറില്ല. എല്ലാവരും ഷുഗർ കട്ടൊക്കെ ഉണ്ട്, കാരണം അങ്ങനെയൊന്നും കഴിക്കലുണ്ടാവില്ല. അപ്പതേ മമ്മി ഓരോന്നോരോന്നായിട്ട് ഒരു ഇഡ്ഡലി ചിമ്പിലേക്ക് വെക്കണം ആകിയിട്ടാൻ വേണ്ടിയിട്ട്. അപ്പതേ മമ്മി ഈ പ്രാവശ്യം ലുവാൻകുട്ടന്റെ ഫസ്റ്റ് ഓശാന കാരണം അവനും വേണ്ടിയിട്ട് ഒരു പിടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു ഇച്ചിരി വെച്ചിട്ട് അവനും വേണ്ടി മമ്മി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ നമുക്ക് മലയാറ്റൂരൊന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ലുവാൻകുട്ടന്റെ സുഖമുണ്ട് വെച്ചുകൊണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നാളെ നമ്മൾ മലയാറ്റൂർ വന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓശാന ഈ പ്രാവശ്യം മലയാറ്റൂരാക്കാന്ന് വിചാരിച്ചാണ്. സാധാരണ നല്ല തിരക്കായിരിക്കും ഓശാനയുടെ അന്ന്. എന്തായാലും നമ്മൾ വെളുപ്പിനാണ് പോകാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കൊഴുക്കട്ടൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ലുവാൻകുട്ടനെ ഇച്ചിരി മമ്മി വെച്ചൊക്കെ കൊടുത്തായിരുന്നു അമ്മയുടെ കൈ കൊണ്ട്. അതൊക്കെ കൂട്ടി നമ്മൾ ചായ ഉണ്ടാ കുടിച്ചത്. അപ്പോൾ ഈ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും സോനും കൂടി പോകാൻ നിൽക്കണായിരുന്നു. പപ്പ വന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അവരോട് ഒന്ന് അവിടെ വീട്ടിലും പോയി കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കാൻ ഓർത്തിട്ട് അവരോട് പോകുന്നു. വൈകിട്ട് സ്റ്റേജിൽ വരുമ്പോൾ തിരിച്ചു പോകാൻ ഓർത്ത്. വീട്ടിൽ ചെന്നപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുമില്ലാട്ടോ, നമ്മുടെ പൂച്ചക്കുട്ടിയാണ്. അപ്പൊ അമ്മ അവന് വേഗം പാലൊക്കെ കാച്ചി കൊടുത്ത്. പിന്നെ അമ്മയുടെ പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് വെണ്ടക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനും അമ്മയും ലുവാൻകുട്ടനെ കൂടെ അതൊക്കെ പറിച്ചെടുത്തിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലുവാൻകുട്ടനെ കുളിപ്പിച്ച് അവനെ ഉറക്കാൻ നോക്കിയിട്ട് അവൻ എന്തേലും ഉറങ്ങില്ലാട്ടോ. പിന്നെ ടിവിയിൽ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നായിരുന്നു കുറച്ച് നേരം. അപ്പോഴേക്കും അമ്മ അപ്പുറത്തുനിന്ന് കുറച്ച് മാങ്ങയൊക്കെ തന്നിട്ടത് അപ്പുറത്തെ വീട്ടിൽ വീണതാണ്ടത് മറ്റേ ചന്ദ്രക്കാരൻ മാങ്ങയിട്ട് ഇങ്ങനെ ചപ്പി കുടിക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പതേ ഞങ്ങളതൊക്കെ വാങ്ങിയൊക്കെ കഴിച്ച് പിന്നെ അമ്മ അതേ കൊഴുക്കട്ടക്കുള്ള പരിപാടി നോക്കി. പിന്നെ നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കിയത്. അപ്പൊ ലുവാൻകുട്ടൻ അവിടെ അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ അവനൊരു ഇലയിൽ കുറച്ച് പൊടി കൊടുത്തിട്ട് അപ്പൊ കുറച്ചു നേരം അവൻ അതൊക്കെ വെച്ച് കളിച്ചൊക്കെ ഇരുന്ന്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് പിന്നെയും എഴുന്നേറ്റ് പോയി കളഞ്ഞിട്ടാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും സ്റ്റേജിൽ വന്നിട്ടാ. ഞാൻ സ്റ്റേജിൽ വന്ന് കുറച്ചു നേരം ഞങ്ങൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. കാരണം നമുക്ക് വെളുപ്പിനെ തിരിച്ച് മലയാറ്റൂർക്ക് പോകാനുള്ളതാണ് എല്ലാവർക്കും കൂടി. അപ്പൊ അതാണ് നമ്മൾ നേരത്തെ കിടക്കാൻ വേണ്ടിയിട്ട് വേഗം വീട്ടിൽ പോയി. ഒരുപാട് നേരം ഒന്നും ഇരുന്നില്ല. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്ത ദിവസം നമ്മൾ എല്ലാവരും കൂടെ മലയാറ്റൂർ ഓണ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഓക്കെ, ബൈ.